ഇപ്പൊ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ ഒരു ചതിയൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഭയങ്കര ഒരു കൂടെ നിന്ന് ചതിക്കാന്ന് പറയുന്നത് ഏറ്റവും വലിയ വില്ലത്തരം എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ആണല്ലോ. അതിനൊപ്പം ആണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് മമ്മൂട്ടി ആയിട്ടുള്ള ഫൈറ്റ് സീനും ഒക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു ക്യാരക്ടർ ഇതാണെന്ന് അറിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? ഈ ആക്ടേഴ്സിന് എല്ലാവർക്കും ലൈഫ് ഉണ്ടാവുക നല്ലതാണ് എന്ന് പറയുന്നത് അതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതിന് മുമ്പ് അതേ കണക്ക് ഒരാളെ നമ്മൾ 100% വിശ്വസിച്ച് ചേട്ടനെ പോലെ കൂടെ കരുതിയ ഒരാൾ നല്ല ചിമിട്ടം പണി തന്നിട്ട് മോഹം പകുതി തളർന്നു പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. സോൾട്ട് ആൻഡ് പെപ്പറിന്റെയും നിദ്രയുടെയും ഒക്കെ പ്രൊഡ്യൂസർ ആയിരുന്ന സദാനന്ദൻ വെങ്കോറത്ത് എന്ന് പറഞ്ഞ ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡ്യൂസറാണ്. അപ്പം ബെസ്റ്റ് ഫിലിം എന്നുള്ള അവാർഡ് മേടിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച പ്രൊഡ്യൂസർ തന്നെ പറയാം. നിദ്രയ്ക്ക് അവാർഡ് ഉണ്ടായിരുന്നു. സോൾട്ട് ആൻഡ് പെപ്പർ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള പടമാണ്. അതിനും അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനൊരു വ്യക്തി എൻ്റെ ലൈഫിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഭയങ്കരമായി ഒരു വലിയേട്ടനെ പോലെ, അല്ലെങ്കിൽ ഒരു നമ്മൾ നോക്കുന്നു പടമൊക്കെ ചെയ്ത് ആഷിഖ് കപൂറിനെ വെച്ച് പടം ചെയ്ത ആള്, റിമ കല്ലിങ്കൽ, സിദ്ധാർത്ഥ് ഭരതൻ. അപ്പൊ പുള്ളിയുടെ അടുത്ത പരിപാടി 2 പരിപാടികൾ, 2 പ്രോജക്ട്സ് ഞാൻ കൂടെ ഉണ്ട്. മെയിൻ പരിപാടി, മെയിൻ ആക്ടർ പരിപാടി ഞാനും ഉണ്ട് കൂടെ. അപ്പൊ ആ ഒരു ഇതിൽ മതിമറന്ന് നടക്കുകയായിരുന്നു കുറച്ച് നാൾ. എന്ന് പറഞ്ഞാൽ ഓഫീസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എന്റെ വർക്ക് റിലേറ്റഡ് ഞാൻ എല്ലാ പരിപാടിയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതായതുകൊണ്ട് അവരങ്ങനെ ക്വസ്റ്റ്യനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഞാൻ അത്യാവശ്യം നല്ല പൊളിയായിട്ട് തന്നെ പ്രൊഫഷണൽ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ലീവ് ഒന്നും എടുത്താൽ കുഴപ്പമൊന്നുമില്ല, അവന്റെ കാര്യം അവൻ നോക്കുന്നുണ്ടെന്നൊരു സാധനമാണ്. അതുകൊണ്ട് അവരാരും അങ്ങനെ വലിയ ബോധറേഷൻ തന്നിട്ടുമില്ല. ഇയാളുടെ കൂടെ ആയിരുന്നു ഫുൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയാണ് മനസ്സിലാക്കിയത് പുള്ളി നമ്മളെ യൂസ് ചെയ്യുമായിരുന്നു. പുള്ളി പക്ക ഫ്രോഡായിരുന്നു. അങ്ങനെ ഒരു ചതി എന്ന് പറയുന്ന സാധനത്തിൽ 2 പടത്തിന്റെ പൂജ പരിപാടികൾ വരെ എന്റെ ക്രെഡിറ്റ് കാർഡ്, എന്റെ റെഡി ക്രെഡിറ്റ്, എന്റെ ഡെബിറ്റ് കാർഡ്സ് യൂസ് ചെയ്താണ് ചെയ്തത്. അതും വളരെ വിദഗ്ധമായി. അങ്ങനെ വേറെ പലരെയും പിന്നീട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴേ അറിഞ്ഞത്. അത് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ എംപ്ലോയി ആണ് കൃഷ് എന്നാണ്. കൃഷ് അവിടെ പേ ചെയ്യൂ ഇവിടെ പേ ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മൾ പോയി നമ്മുടെ കാർഡ് യൂസ് ചെയ്ത് പേ ചെയ്ത പുള്ളി പറഞ്ഞത് പുള്ളിയുടെ കമ്പനി പുള്ളിക്ക് അസൈൻ ചെയ്ത എംപ്ലോയി ആണ് ഞാൻ പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ഫുൾ കാശ് ചെലവാക്കാൻ വേണ്ടി കമ്പനി അറേഞ്ച് ചെയ്ത് കൊടുത്ത ആളെന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞിരുന്നത്. അതൊക്കെ